ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും ബ്രെഡും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ശരിക്കും നല്ലൊരു ടോസ്റ്റാണ്. നമുക്ക് നേന്ത്രപ്പഴം ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിക്കാൻ ഇഷ്ടം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു നേന്ത്രപ്പഴം വേണ്ട, നല്ല പഴുത്ത് തന്നെ നോക്കിയെടുക്കുക, ഇല്ലെങ്കിൽ ഒരു കറച്ചൊവ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് സൈഡ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ നെയ്യേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാൻ ചൂടാവുന്ന സമയത്ത് നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പച്ചച്ചൊവ ഉണ്ടാവും നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിത് മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സൈഡും നല്ല ടോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചൂടൊന്ന് ആറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും ചേർക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പാല് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 2 നുള്ളു അത്രേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പാല് ചേർക്കുമ്പോൾ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടിച്ച് നോക്കിയതിന് ശേഷം ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം 1/4 കപ്പും 1 സ്പൂണുമാണ് പാല് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. 4-5 പീസ് ബ്രെഡ് എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ മിക്സിൽ ഇത് ബ്രെഡ് ഒന്ന് നന്നായിട്ട് 2 സൈഡ് മുക്കിയിട്ടാണ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ആ സൈഡിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള പാൻ റെഡിയാക്കാം. നമ്മൾ നേരത്തെ നേന്ത്രപ്പഴം ടോസ്റ്റ് ചെയ്ത അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ആക്കിയിട്ടുണ്ട്. നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ നമുക്ക് 2 സൈഡും ബ്രെഡും മുക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് അത്യാവശ്യം റെഡി ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക, കാരണം നല്ല സോഫ്റ്റ് ആയി പോകും ബ്രെഡ്. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മളിത് എടുക്കുക. അപ്പോൾ ഒരു സൈഡും കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2 സൈഡും അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു സാൻഡ്വിച്ച് പോലെ ആക്കി കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.